ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിലുള്ള എക്കണോമിക്സിലെ ഒരു ഏരിയ ആണ് തിയറീസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് ആയിക്കോട്ടെ മാക്രോ എക്കണോമിക്സ് ആയിക്കോട്ടെ, അതിൽ മൈക്രോ എക്കണോമിക്സിൽ കർവ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലേ. അതിൽ തന്നെ ഡിമാൻഡ് കർവ് പോലെയുള്ള കാര്യങ്ങൾ, സപ്ലൈ കർവ്, ഐസോകോൺ, ഇൻഡിഫറൻസ് കർവ്, ലോറൻസ് കർവ്, ഫിലിപ്സ് കർവ്, അങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത കർവ്സ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കാനുണ്ടല്ലേ. എക്കണോമിക്സിൽ തിയറീസ് ഓഫ് എക്കണോമിക്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് കർവ് ആണ്. മൈക്രോ എക്കണോമിക്സ് നമ്മൾ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ കൃത്യമായിട്ട് ലോ ഓഫ് ഡിമാൻഡിലൂടെ അത് ഗ്രാഫിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിമാൻഡ് കർവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡിൽ കൃത്യമായിട്ട് പറയുന്നത് പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി ഇൻക്രീസസ്. അതായത് ഒരു ഗുഡിന്റെ, ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുകയാണെങ്കിൽ, അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ the quantity demanded decreases. അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, അതിന്റെ ഡിമാൻഡ് കുറയും. വില കൂടുകയാണെങ്കിൽ, ഒരു സമയത്ത് ഉള്ളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്, സവാളയ്ക്ക് വില കൂടിയിട്ടുണ്ടായില്ലേ, ചിക്കൻ കറിയിൽ ഉള്ളിയില്ല, സലഡിൽ ഉള്ളിയില്ല, സ്വർണത്തിനെ വരെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടായി നമ്മൾ ആ ഒരു സവാള ഉള്ളിയെ എടുത്തിട്ടല്ലേ. എന്തുകൊണ്ടായിരുന്നു? ആ സമയത്ത് ആളുകൾ ഉള്ളി വാങ്ങിക്കുന്നത് കുറഞ്ഞു അല്ലെ, ഉള്ളിയുടെ പ്രൈസ് കൂടി, ആ കമ്മോഡിറ്റിയുടെ, ആ ഗുഡിന്റെ പ്രൈസ് കൂടി, വില കൂടി. അപ്പൊ എന്താ സംഭവിച്ചത്? ആളുകള് സവാള വാങ്ങിക്കുന്നത് കുറച്ചു അല്ലെ, ആളുകള് അതിന് വില കൂടിയത് കൊണ്ട് അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ആദ്യം വാങ്ങിച്ച അത്രയും ഒന്നും എന്ത് ചെയ്യില്ല. ആദ്യം 1 കിലോ ഉള്ളി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളൂ, 500 കിലോ ഉള്ളി വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയായി. അതായത് ഉള്ളിയുടെ വില കൂടി, അപ്പം ഉള്ളി വാങ്ങിക്കുന്നത് എന്ത് ചെയ്തു, ആളുകൾ കുറച്ചു. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോ അതിന്റെ ഉള്ളിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ഇനി വില കുറയാണെങ്കിലോ, പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, ആ സെയിം സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ വില കുറയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, അതിന്റെ ഡിമാൻഡ് കൂടും അല്ലെ. വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് കൺസ്യൂമർ എന്ത് ചെയ്യും, കൂടുതൽ ആ സാധനങ്ങൾ, കൂടുതൽ ക്വാണ്ടിറ്റി ആ സാധനത്തിന് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ഓക്കെ, സോ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് വെൻ ദ പ്രൈസ് ഡിക്രീസസ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഡിമാൻഡ് കർവിലൂടെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് ലോ ഓഫ് ഡിമാൻഡിലൂടെ ആൽഫ്രഡ് മാർഷൽ നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഡിമാൻഡ് കർവിൽ പറയുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസിന്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതായത് പ്രൈസിന്റെയും ഡിമാൻഡും, അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഗ്രാഫിക്കലി ഡിമാൻഡ് കർവിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ഗുഡ് ആയിക്കോട്ടെ, നമ്മൾ സവാളയുടെ എക്സാമ്പിൾ പറഞ്ഞു, ഏത് ഗുഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ വില കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് 1000 രൂപയായിട്ട് വില കൂടുന്ന ഒരു സാധനത്തിന്റെ വില കൂടുന്നു. ഈ ഒരു ആക്സിസിൽ നിങ്ങൾ പ്രൈസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, 1000 രൂപയായി. 1000 രൂപയ്ക്ക് ആ സാധനം വാങ്ങിക്കുന്നത് കുറവായിരിക്കൂലേ, കുറഞ്ഞ ക്വാണ്ടിറ്റിയിലെ ആളുകൾ വാങ്ങിക്കുള്ളൂ അല്ലെ. അതായത് പ്രൈസ് കൂടുമ്പോഴത്തേക്ക് അതിനെന്ത് ചെയ്തു, ഡിമാൻഡ് കുറഞ്ഞു. വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. അതേപോലെ 1000 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് കിട്ടുകയാണ്, പ്രൈസ് കുറഞ്ഞു. പ്രൈസ് ഇവിടെയാണ് അല്ലെ, 100 രൂപ എന്ന് പറയുമ്പോൾ കുറവല്ലേ. യെസ്, 100 രൂപയ്ക്ക് ഈ സാധനം ആളുകൾ വാങ്ങിക്കുന്നത് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? 100 രൂപയ്ക്ക് ഇതേ സാധനം ആളുകൾ എന്ത് ചെയ്തു, വില കുറഞ്ഞു, അപ്പൊ കൂടുതൽ വാങ്ങിച്ചു. ഇത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ. അതായത് വില കുറഞ്ഞപ്പോൾ, പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു, ഡിമാൻഡ് കൂടി, ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ഇതാണ് ഡിമാൻഡ് കർവിലൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓർത്ത് വെക്കാൻ മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് റിലേഷൻഷിപ്പ്, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഡിമാൻഡ് കർവിലാണ്. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല. കാരണം ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് അല്ലെ. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്, താഴേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഒരു തവണ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഡിമാൻഡ് കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സപ്ലൈ കർവ്. എന്താണ് സപ്ലൈ കർവ് എന്ന് നോക്കാം. നമ്മൾ ഡിമാൻഡ് കർവ് ഓൾറെഡി പഠിച്ചു, ഇനി സപ്ലൈ കർവിലേക്ക് പോവാണ്. ഡിമാൻഡ് കർവിൽ നമ്മൾ
ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും അതിന്റെ ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു ഗ്രാഫിക്കലി കാണിച്ചിട്ടുണ്ടായിരുന്നത്. സപ്ലൈ കർവിൽ നമുക്ക് അതേപോലെ തന്നെ രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഗ്രാഫിക്കലി കാണിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ എന്താണ് ലോ ഓഫ് സപ്ലൈ എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ലോ ഓഫ് സപ്ലൈ, യെസ്, നമ്മുടെ എക്കണോമിയിൽ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് കൺസ്യൂമറുടെ സൈഡിൽ നിന്നല്ല. ഇപ്പൊ ഡിമാൻഡ് കർവില് ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ കൺസ്യൂമറുടെ സൈഡിൽ നിന്നാണ് പറയുക. ഇവിടെ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് പോലെയല്ല ലോ ഓഫ് സപ്ലൈയില്. ലോ ഓഫ് സപ്ലൈയില് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സാധനങ്ങളുടെ വില കൂടുന്ന സമയത്ത്, ഒരു കമ്മോഡിറ്റിയുടെ ഒരു ഗുഡിന്റെ വില കൂടുകയാണെങ്കിൽ ആ സമയത്ത് പ്രൊഡ്യൂസർ കൂടുതൽ സാധനങ്ങൾ വിൽക്കാനാണ് നോക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു വിലയും സപ്ലൈയും തമ്മിൽ, ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ സപ്ലൈ കർവിലൂടെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ലോ ഓഫ് സപ്ലൈയിൽ കൃത്യമായിട്ട് പറയുന്നു, പ്രൈസ് കൂടുകയാണെങ്കിൽ, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ത് ചെയ്യും, വിതരണം ചെയ്യുന്നതിന്റെ നമ്പർ, ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കൂടുമോ കുറയുമോ. ഒരു പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ഓർത്തു നോക്കുക, ഉൽപാദനം ചെയ്യുന്ന ആളാണെങ്കിൽ വില കൂടുകയാണ്, ആ സമയത്ത് ആളുകളെ കുറച്ച് സാധനം വിൽക്കാനാണോ നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ വിൽക്കാനാണോ നോക്കുക? ഓബിയസ്ലി വില കൂടുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കാനാണ് നോക്കുക, വിതരണം ചെയ്യാനാണ് നോക്കുക. അപ്പൊ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. ഓക്കെ, ഓർത്തു വെക്കുക. അപ്പം ഇവര് തമ്മില് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ല, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കാരണം രണ്ടുപേരും ഒരേപോലെയാണ് പോകുന്നത്. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. ഇനി പ്രൈസ് കുറയുന്ന സമയത്ത് അതേപോലെ എന്ത് ചെയ്യും, തിരിച്ചും വരും. ഇതാണ് നമ്മൾ ഗ്രാഫിക്കലി സപ്ലൈ കർവിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഡിമാൻഡ് കർവ് പോലെ താഴേക്കല്ല, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ല, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്താണ് അത്, അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഇവര് തമ്മിൽ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും ഒരേപോലെയാണ് പോകുന്നത്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അല്ലെ, 100 രൂപയ്ക്ക് ഒരുപാട് സാധനങ്ങള്, അതായത് പ്രൈസ് കൂടെ ഇപ്പൊ 100 രൂപയാണ് മാക്സിമം, അല്ലെങ്കിൽ ഒരു ഹൈ പ്രൈസ് ലെവൽ എന്ന് വിചാരിക്കുക. അപ്പം ആ സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഒരു പ്രൊഡ്യൂസർ വിൽക്കാൻ നോക്കും. ഇനി പ്രൈസ് കുറയുന്ന സമയത്ത് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കുറയുന്നു, അല്ലെ? പ്രൈസ് നന്നായിട്ട് കുറയുന്ന സമയത്ത് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് കുറയുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രൈസും സപ്ലൈ, ക്വാണ്ടിറ്റി സപ്ലൈഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ കൂടുന്നുണ്ട്. അതാണ് ഈ ഒരു സപ്ലൈ കർവിന് അപ്വേർഡ് സ്ലോപ്പിംഗ് ആവാൻ കാരണം. ഓർത്ത് നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സപ്ലൈ കർവിന്റെ ഷേപ്പ് എങ്ങനെ പോകുന്നു, ഡൗൺവേർഡ് സ്ലോപ്പ് ആണോ, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണോ, യു ഷേപ്പ് ആണോ, എൽ ഷേപ്പ് ആണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് നോക്കുക, അപ്വേർഡ് സ്ലോപ്പ് ആണ് കേട്ടോ. അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒറിജിന്റെ തൊട്ട് മുകളിൽ നിന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മേലേക്കാണ് പോകുന്നത്. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടീസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, രണ്ടുപേരും തമ്മിൽ ഒരേപോലെയാണ് പോകുന്നില്ലേ. പ്രൈസ് കൂടുമ്പോ സപ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ കൂടുന്നുണ്ട്. ഓക്കെ, ഇനി അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ റീസൺ ഇത് തന്നെയാണ് കേട്ടോ, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. റെഡി? ഇത്രയാണ് സപ്ലൈ കർവിൽ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ട് ഇതും പഠിച്ചില്ലേ? അതേപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവ് ആണ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? നമ്മൾ പല സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ പല സാധനങ്ങൾ നമ്മുടെ ഓരോ വാണ്ട് അല്ലെങ്കിൽ ഓരോ നീഡിനനുസരിച്ച് നമ്മൾ പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ബിരിയാണി കടയിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ പോകുന്നു. ഓക്കെ, ഒരു സാധനം മേടിച്ചു, ഒരു ക്ലോത്ത് മേടിച്ചു, അല്ലെങ്കിൽ ഒരു ബിരിയാണി മേടിച്ചു. ആ ബിരിയാണി നിങ്ങൾ കഴിച്ചു, പക്ഷെ പൊട്ട ബിരിയാണി, കയ്യിലുള്ള കാശ് വെറുതെ പോയി, വെറുതെ കൊടുത്തു, അല്ലേ? വർത്തി അല്ല, വർത്ത് ഫോർ മണി ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ആ ബിരിയാണിക്ക് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെ? സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് യൂട്ടിലിറ്റി കുറവാണെന്ന് നമുക്ക് പറയാം. ഒരു പ്രൊഡക്റ്റിന്, ഒരു കമ്മോഡിറ്റിക്ക്, ഒരു ബിരിയാണിക്ക് യൂട്ടിലിറ്റി കുറവാണെന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ കാരണം? എക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവാണ്. വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ആണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കേട്ടില്ലേ? വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. വാണ്ട് സാറ്റിസ്ഫൈങ് പവർ. ഓക്കെ, അതാണ് എന്ത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ബിരിയാണിക്ക്
യൂട്ടിലിറ്റി കുറവാണെന്ന് പറയാം. നേരെ മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട്, കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് ഒരു പൊളി ബിരിയാണി കഴിച്ചു, വാ കയ്യിലെ കാശ് മുതലായി അല്ലേ, മുതലായി ഇൻ ദ സെൻസ് കൊടുത്ത പൈസക്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അടിപൊളി ബിരിയാണി, സൂപ്പർ ബിരിയാണി, അങ്ങനെയാണെങ്കിൽ പറയാം ആ സാധനത്തിന് യൂട്ടിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ തന്നിട്ടുള്ള സാറ്റിസ്ഫാക്ഷനെ പറ്റിയാണ് ഇവിടെ യൂട്ടിലിറ്റി വെച്ച് നമ്മൾ പറയുന്നത്. സെയിം കാര്യം രണ്ട് പ്രൊഡക്റ്റിന്റെ, രണ്ട് ഡിഫറെന്റ് ഗുഡ്സിന്റെ, രണ്ട് സാധനങ്ങളുടെ എല്ലാ കോമ്പിനേഷനുകളും, ഓക്കെ, ആ കോമ്പിനേഷനുകൾ എല്ലാം നിങ്ങൾക്ക് തരുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് വെച്ച് എന്ത് ചെയ്യുന്നത്, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സെയിം ലെവൽ ഓഫ് എന്താണ് ഇൻഡിഫറൻസ് കർവിലൂടെ നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുന്നത്, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, രണ്ട് ഗുഡിന്റെ എല്ലാ കോമ്പിനേഷൻസും, ഓൾ കോമ്പിനേഷൻസ് which gives equal level of satisfaction or utility. അപ്പൊ നമുക്ക് പറയാം ഈ ഒരു ആക്സിസിൽ വൈയിൽ നമുക്ക് പറയാം എന്ത്, ആപ്പിൾ ആണ്, ആപ്പിൾ. യെസ്, ഇവിടെ എന്താണ്, ഓറഞ്ച് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു ആക്സിസിൽ നിങ്ങൾ 10 ആപ്പിൾ എടുക്കുന്നു, 10 ആപ്പിളും ആൻഡ് ഒരു ഓറഞ്ചും, ഇതിന്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ, 10 ആപ്പിളിന്റെയും ഒരു ഓറഞ്ചിന്റെയും കോമ്പിനേഷൻ. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി നമുക്ക് എ എന്ന് പേരിടാം. ഓക്കെ, 10 ആപ്പിളിന്റെയും ഒരു ഓറഞ്ചിന്റെയും കോമ്പിനേഷൻ. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് പേരിടാം. എ എന്ന് പറയുന്ന സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടി. ഇനി ആപ്പിളിന്റെ എണ്ണം കുറയ്ക്കണം. ഒന്നാമത്തെ കോമ്പിനേഷൻ ഇതാണ്, കോംബോ 1. കോംബോ 1, എല്ലാ കോമ്പിനേഷനുകളാണ് നമ്മൾ പറയുന്നതിൽ ഒരു കോമ്പിനേഷനെ പറ്റി പറയുന്നു കേട്ടോ. ഒരു കോമ്പിനേഷൻ, അതായത് 10 ആപ്പിളിന്റെയും ഒരു ഓറഞ്ചിന്റെയും കോമ്പിനേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എ ആണ്. എഴുതിയേ, ആപ്പിൾ കൂടുതലാണ്, ഇവിടെ ഓറഞ്ച് കുറവാണ്, നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ആപ്പിളിന്റെ എണ്ണം കുറച്ച് എത്രയാക്കി, 8 ആക്കി. ഓക്കെ, ആപ്പിളിന്റെ എണ്ണം കുറഞ്ഞു. ഓക്കെ, അതേപോലെ ഓറഞ്ചിന് എന്ത് സംഭവിക്കുന്നു, ഓറഞ്ചിന്റെ എണ്ണം കൂട്ടി, 8 ആപ്പിളും എത്ര ഓറഞ്ചും, യെസ്, ഒരു 4 ഓറഞ്ച് എടുക്കാം അല്ലേ നമുക്ക് തൽക്കാലത്തേക്ക്, അല്ലെങ്കിൽ 2 ഓറഞ്ച്. യെസ്, 8 ആപ്പിളും 2 ഓറഞ്ചും. ഇവിടെ ഓറഞ്ചിന്റെ എണ്ണം കൂടി, 1ൽ നിന്ന് 2 ആയി, ആപ്പിളിന്റെ എണ്ണം കുറഞ്ഞു. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബി എന്ന് വിളിക്കാം. ഇനി അടുത്തത് 6 ആപ്പിളും 4 ഓറഞ്ചും, 6 ആപ്പിളും 4 ഓറഞ്ചും, ഈ ഒരു കോമ്പിനേഷൻ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സി ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് 4 ആപ്പിളും 6 ഓറഞ്ചും എടുക്കും അല്ലെ. യെസ്, 4 ആപ്പിളും 6 ഓറഞ്ചും. ഇവിടെ ആപ്പിളിന്റെ എണ്ണം കുറഞ്ഞു, ഓറഞ്ചിന്റെ എണ്ണം കൂടി. ഓരോ കോമ്പിനേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഗുഡിന്റെ എണ്ണം കൂടുതലും മറ്റേതിന്റെ കുറവായിരിക്കും ഓരോ കോമ്പിനേഷനും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഡി എന്ന് പറയാം. ഇനി ഒന്നുകൂടെ കുറയാണ്, 4ൽ നിന്നും എത്രയായി, 4ൽ നിന്നും 2 ആയി, 2 ആപ്പിളും 8 ഓറഞ്ചും. ഓക്കെ, ഇവിടെ ഓറഞ്ച് ടോപ്പായി, ആപ്പിളിന്റെ എണ്ണം കുറഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി 1 ആപ്പിളും 10 ഓറഞ്ചും, ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എഫ്. ഓക്കെ, അപ്പൊ പല കോമ്പിനേഷനുകൾ നമ്മൾ ഇവിടെ പറഞ്ഞേ, 10 ആപ്പിളും 1 ഓറഞ്ചും, 8 ആപ്പിളും 2 ഓറഞ്ചും, 6 ആപ്പിളും 4 ഓറഞ്ചും. ഓക്കെ, ഇനി 4 ആപ്പിളും 6 ഓറഞ്ചും. ഓക്കെ, അതേപോലെ തന്നെ 2 ആപ്പിളും 8 ഓറഞ്ചും, 1 ആപ്പിളും 10 ഓറഞ്ചും. പല കോമ്പിനേഷനുകൾ, ആ കോമ്പിനേഷനുകളൊക്കെ നിങ്ങൾ ഓർക്കണം, ഒന്നിലെ ഒരു ഗുഡ് കൂടുതലായിരിക്കും, മറ്റേത് കുറവായിരിക്കും. ഈ എല്ലാ കോമ്പിനേഷനുകളും നിങ്ങൾക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് ഗുഡിന്റെ എല്ലാ കോമ്പിനേഷനുകളും, അതാണ് എന്ത്, ഇൻഡിഫറൻസ് കർവിലൂടെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇൻഡിഫറൻസ് കർവ് ഓർത്ത് വെക്കാം. 2 ഗുഡ്, 2 സാധനങ്ങൾ, ഈ 2 സാധനങ്ങളുടെ എല്ലാ കോമ്പിനേഷനുകളും. ഓക്കെ, ഈ എല്ലാ കോമ്പിനേഷനുകളും നിങ്ങൾക്ക് തരുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിക്കലി റെപ്രസെന്റ്. ഇതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ. ഇനി ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായി. ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടെങ്കിൽ, ഇൻഡിഫറൻസ് കർവ്സ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായി.
ഈ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാം തരുന്നത്. പക്ഷെ ഒരേ ലെവലില് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാം? കൂടാം. അങ്ങനെ കൂടുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഓർത്തു വെക്കണം, ഇത് ഹയർ ഇൻഡിഫറൻസ് കർവാണ്. റൈറ്റിലേക്ക് പോകുന്തോറും ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യാണ്? ഇതേ ഇങ്ങനെ ഇങ്ങനെ കൂടി വരും. ഓക്കെ, പക്ഷെ ഈ രണ്ടുപേരും എന്ത് ചെയ്യൂല? ഇങ്ങനെ കൂട്ടിമുട്ടൂല, ഇന്റർസെക്ട് ചെയ്യൂല. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പാരലലായിട്ട് പൊക്കോണ്ടേയിരിക്കും, പക്ഷെ ഇന്റർസെക്ട് ചെയ്യൂല. ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ മുകളിലേക്ക് പോകുന്തോറും സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടി ഇൻഡിഫറൻസ് കർവുകളായിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, അപ്പം ഓർത്തു വെക്കുക, ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ വരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് കേട്ടോ. ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ്. ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ്. ആ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഡിഫറെന്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നത് ഇൻഡിഫറൻസ് മാപ്പിലൂടെ. കാരണം അതിലൊന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലെ. ഒരു കോമ്പിനേഷൻ ഒരു ഗുഡ് കൂടുമ്പോൾ മറ്റേത് കുറയുന്നുണ്ട്, അതാണ് ഇതിന്റെ റീസൺ. ആൻഡ് അത് മാത്രമല്ല, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് ഇൻഡിഫറൻസ് കർവ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മാത്രമല്ല, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നൊരു ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ അത് ഒരിക്കലും ആൻസർ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അതിന്റെ കൂടെ കോൺവെക്സും കൂടെ ഉണ്ടെങ്കിൽ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് മാത്രമാണെങ്കിൽ ഓക്കെ, ആ ഒരു ഓപ്ഷൻ അത് മാത്രമാണെങ്കിൽ ഓക്കെ, അതിന്റെ കൂടെ കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് കൂടെ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ പിക്ക് ചെയ്യുക. കാരണം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മാത്രമല്ല ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ഓക്കെ, ഇനി അതേപോലെ വലിയ ഇൻഡിഫറൻസ് കർവുകൾ മുകളിലേക്ക് പോകുന്തോറും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുന്നത്. ഇനി ഒരിക്കലും രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ചെയ്യൂല? ഇന്റർസെക്ട് ചെയ്യൂല. ഓക്കെ, ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഇൻഡിഫറൻസ് കർവ് ഏത് ചോദ്യം ചോദിച്ചാലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾക്കറിയാം കർവുകളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നല്ലേ. എക്സാംസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കാണാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കർവുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ സൈലത്തിന്റെ ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് NTPCയുടെ CBD2 എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്കണോമിക്സ് ആയിക്കോട്ടെ, GK ബാക്കി സബ്ജക്റ്റുകളായിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും അടിപൊളിയായിട്ട് നമ്മളെല്ലാ ഫാക്കൽറ്റീസും കൂടെ ചേർന്ന് നിങ്ങൾക്ക് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ അഡ്മിഷൻ എടുക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് ഒക്കെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും അടിപൊളി കോണ്ടന്റുകൾ പഠിക്കാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ക്ലാസ്സിൽ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം കർവുകളെ കാര്യം പറയുകയാണെങ്കിൽ കർവുകൾ ഇൻഡിഫറൻസ് കർവോട് കൂടെ നിർത്തുന്നില്ല. കാരണം ഒരുപാട് കർവ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു കർവാണ് ഐസോകോൺ. ഐസോകോൺ ഇൻഡിഫറൻസ് കർവ് പഠിച്ചാൽ നമുക്ക് ഐസോകോണിന് സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇൻഡിഫറൻസ് കർവിന്റെ അതേ പ്രോപ്പർട്ടികളാണ് ഐസോകോണിൽ വരുന്നത്. പക്ഷെ ഇവിടെ രണ്ട് ഗുഡുകളല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നേരത്തെ രണ്ട് സാധനങ്ങളുടെ എല്ലാ കോമ്പിനേഷനുകളും തരുന്നത് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ പഠിച്ചത്. പക്ഷെ ഐസോകോണിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയോ? രണ്ട് ഗുഡ്സ് അല്ല, രണ്ട് ഇൻപുട്ടുകൾ. പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, 4 റിക്വയർമെന്റ്സ് ഫോർ പ്രൊഡക്ഷൻ. എന്തൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതിലെ ലേബറും ക്യാപിറ്റലും ഈ രണ്ട് ഇൻപുട്ടുകളുടെ എല്ലാ കോമ്പിനേഷനുകളും തരുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണോ? അല്ല, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഇൻപുട്ടുകൾ ലേബറും ക്യാപിറ്റലും ഇത് രണ്ട് മാത്രമാണ് ഇതിന്റെ എല്ലാ കോമ്പിനേഷനുകളും നിങ്ങൾക്ക് തരിക അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടിലൂടെ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രാഫിക്കലി ഐസോകോൺ വെച്ച് പഠിക്കുന്ന ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയല്ലേ? അവിടെ രണ്ട് ഗുഡും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇവിടെ രണ്ട് ഇൻപുട്ടും അതിന്റെ എല്ലാ കോമ്പിനേഷനുകളും തരുന്നത് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഐസോകോണിലൂടെ പഠിക്കാൻ പോകുന്നത്. അതേ ഈ ഒരു ആക്സിസിൽ, രണ്ട് ആക്സിസിൽ ഗുഡ് എക്സും ഗുഡ് വൈയും അല്ല, ഓറഞ്ചും ആപ്പിളും അല്ല, എന്താണ്? ലേബറും ക്യാപിറ്റലും ആണ്. ലേബർ നമുക്കറിയാം വർക്കേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 10, 5, 1, 2, 3 കുറെ നമ്പേഴ്സ് കാണും. മേലോട്ട് പോകുന്തോറും എണ്ണം കൂടുകയാണ്, താഴോട്ട് വരുന്നവർ കുറയാണ്, അറിയാലോ. ഇത് റൈറ്റിലേക്ക് പോകുന്തോറും എണ്ണം കൂടുകയാണ് അല്ലെ? റൈറ്റിലേക്ക് പോകുന്തോറും ക്യാപിറ്റലിന്റെ എണ്ണം കൂടുകയാണ്, സ്ട്രെങ്ത് കൂടുകയാണ്. ലെഫ്റ്റിലേക്ക് പോകുന്തോറും
സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ ലേബറും ക്യാപിറ്റലും എങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻസ് നമുക്ക് നോക്കാം. ലേബർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വർക്കേഴ്സിന് എടുക്കാം അല്ലെ, വർക്കേഴ്സ് ലേബേഴ്സ്. ഓക്കെ, അപ്പൊ 10 നമ്പർ 10 ആളുകൾ, 10 ജോലിക്കാരെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 10 ജോലിക്കാരും. യെസ്. ഇനി ക്യാപിറ്റൽ എന്ത് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം? ക്യാപിറ്റൽ മണി ക്യാപിറ്റൽ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്ന മണി മാത്രമാണോ? അല്ല, വേറെ എന്തൊക്കെ വരും? മെഷീൻസ്, ടൂൾസ്, ബിൽഡിങ്സ്, ഇതൊക്കെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് അല്ലെ, മൂലധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ ഈ ക്യാപിറ്റലിന് മെഷീൻസ് എന്ത് ചെയ്യാം എക്സാമ്പിൾ ആയിട്ട് എടുക്കാം? നമുക്ക് ഇവിടെ മെഷീൻസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. മെഷീൻസ്. ഓക്കെ, സോ ഇവിടെ 1 2 3 4 നമ്പർ ഉണ്ട്, മേലോട്ടേക്ക് 5 10 പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10 ആളുകളെയും ഒരു മെഷീനും വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ എടുക്കുമ്പോഴത്തേക്ക്, ഓക്കെ, ഒന്നാമത്തെ കോമ്പിനേഷൻ ആണ്. ഒന്നാമത്തെ കോമ്പിനേഷനിൽ 10 ലേബേഴ്സും ഒരു മെഷീനും, അതായത് ഒരു ക്യാപിറ്റലും വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കാം. എ ആണ്, അതിന്റെ പേര് എ ആണ്. ആ ഔട്ട്പുട്ട് നമുക്ക് പറയാം എ എന്ന് സൂചിപ്പിക്കാം. ഇനി ലേബറിന്റെ എണ്ണം കുറച്ചു, എത്രയാക്കി? 5 ആളുകള്, 5 ലേബേഴ്സ്, 5 ആളുകളും 2 മെഷീൻസും, 2 ക്യാപിറ്റലും, 2 യൂണിറ്റ് ക്യാപിറ്റലും. ഓക്കെ, ആ 2 മെഷീൻസും 5 ആളുകളും. ഇവിടെ എന്താ മാറ്റം വന്നത്? വർക്കേഴ്സിന്റെ, ലേബറിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, സ്ട്രെങ്ത് കുറഞ്ഞു, പകുതിയായില്ലേ? 10 5 ആയി. പക്ഷേ ക്യാപിറ്റൽ എന്തായി? ഇരട്ടിയായി, ഡബിൾ ആയല്ലേ? 1 2 ആയി. ഓക്കെ, ഇവിടെ ഓർത്ത് വെക്കുക, ലേബർ കുറഞ്ഞു, ക്യാപിറ്റൽ കൂടി. അപ്പം ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് 5 2 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബി ആണ്. നിങ്ങൾ നോക്കിയേ, ഈ എയും ബിയും ഈക്വൽ ആണ്. എ ഈക്വൽസ് ബി. ഈ 2 കോമ്പിനേഷനുകൾ മാത്രമല്ല, ഓക്കെ, ഈ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും വേറെയും ഒരുപാട് കോമ്പിനേഷനുകൾ ഉണ്ട്. ഓക്കെ, എല്ലാ കോമ്പിനേഷനുകളും. ഓക്കെ, ഈ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പല പല കോമ്പിനേഷനുകൾ, അതിൽ തന്നെ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തരുന്ന എല്ലാ കോമ്പിനേഷനുകളും നമ്മൾ എടുത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചാൽ അതെന്തായി? ഐസോകോണ്ടായി. ഓക്കെ, ഐസോകോണ്ടായി. അപ്പൊ ഓർത്ത് നോക്കുക, ഐസോകോൺ കർവ് എന്ന് പറയുന്നത് 2 ഇൻപുട്ടുകൾ, ലേബറും ക്യാപിറ്റലും, ഓക്കെ, അതിന്റെ എല്ലാ കോമ്പിനേഷനുകളും, അതായത് ഈക്വൽ ഔട്ട്പുട്ട്, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തരുന്ന എല്ലാ കോമ്പിനേഷനുകളാണ് നമ്മൾ എന്തിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്രാഫിക്കലി ഐസോകോണ്ടിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇൻഡിഫറൻസ് കർവ് ഉണ്ടല്ലോ, അതിന്റെ അതേ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇതിലും പഠിക്കാനുള്ളത്. ഇറ്റ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഓക്കെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം ഇവിടെ 2 ഇൻപുട്ടുകളിൽ ഒരു ഇൻപുട്ട് കൂടുമ്പോൾ മറ്റേത് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ടല്ലേ? ഓരോ കോമ്പിനേഷൻ നമ്മൾ മുന്നേ ഇൻഡിഫറൻസ് കർവില് എക്സും വൈ കോമ്പിനേഷൻ ഓരോന്ന് കൂടുമ്പോഴത്തേക്കും കുറയുമ്പോഴത്തേക്കും അതിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഐസോകോണിലും ആ സാധനം വരുന്നുണ്ട്, ഇൻപുട്ടിൽ മാറ്റം വരുന്നുണ്ട് ഓരോ കോമ്പിനേഷനിലും. അത് തന്നെയാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഇസ് കോൺവെക്സ് ടു ഒറിജിൻ. ഒറിജിനിൽ നിന്ന് കോൺവെക്സ് ഷേപ്പിലാണ്. ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നൊക്കെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായി. കോൺകേവ് അല്ല, നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ കുഞ്ഞുനാളിലെ പഠിക്കുന്നതാണ്. ഇറ്റ് ഇസ് കോൺവെക്സ് ഷേപ്പ് ഓൺലി, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ഇനി ഐസോകോൺ കർവുകളും ഇൻഡിഫറൻസ് കർവുകൾ പോലെ തന്നെ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല. പക്ഷേ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് പോകും തോറും കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന, ഓക്കെ, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി അധികം ഔട്ട്പുട്ട് തരുന്ന കോമ്പിനേഷനുകളാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നതും ഹയർ ഐസോകോൺ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഹയർ ഐസോകോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? മോർ ഔട്ട്പുട്ട് ആണ്, മോർ ഔട്ട്പുട്ട് ആണ്. ഇത്രയാണ് ഐസോകോണിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ കർവുകൾ ഇതോടെ തീർന്നില്ല, വേറെയും ഒരുപാട് കർവുകൾ നമുക്ക് പഠിക്കാനുണ്ട്. MP കർവ്, AP കർവ്, TP കർവ് കേട്ടില്ലേ? AC, അതേപോലെ ഒരുപാട് കർവുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഫിലിപ്സ് കർവ്, ഇഷ്ടം പോലെ കർവിന്റെ പേര് തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിർത്തൂല. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതേപോലുള്ള കർവുകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതിനു മുന്നേ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. MP, AP, TP കർവുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏത് സ്റ്റേജുകളിലായിട്ട് ഓരോ കർവും ഏത് പൊസിഷനിൽ നിൽക്കുന്നു, ഓരോ കർവിനുണ്ടാകുന്ന മാറ്റം. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. ഏത് സ്റ്റേജിലാണ് MP നെഗറ്റീവ് ആവുന്നത്? MP നെഗറ്റീവ് ആവുന്ന സ്റ്റേജ് ഏതായിരുന്നു? 1 2 3 സ്റ്റേജുകളാണുള്ളത്.
എ പിയും എം പിയും ടി പിയുടെ റിലേഷൻഷിപ്പ് നമ്മളിങ്ങനെ 3 സ്റ്റേജുകളായിട്ടാണ് ഗ്രാഫിക്കലി പഠിക്കാറ്. അപ്പം അതിൽ ഏത് സ്റ്റേജിലാണ് എം പി കർവ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ആവുന്നത്? യെസ്, ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ തോന്നുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ അടുത്തൊരു വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഒരിക്കൽ കൂടെ കാണാം. ബൈ.